മൂകാംബിക ട്രിപ്പിൽ നമ്മൾ ബേക്കൽ കോട്ടയം കൂടെ ഒന്ന് സന്ദർശിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ബേക്കൽ കോട്ടയന്റെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയ വീഡിയോ, ഇതിന്റെ ഹിസ്റ്ററി, ഇതിന്റെ നിർമ്മാണം, ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി നല്ല അടിപൊളി ഒരു വീഡിയോ ചെയ്താൽ നമുക്ക് നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോ കൂടിയാണ്. വെട്ടുകൽ കണ്ട് കോട്ടമതിൽ തീർത്തിരിക്കുന്ന ബേക്കൽ കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ട്രെഞ്ച് കാണാം, കിടങ്ങ് കാണാം. ഇതിൽ വെള്ളം നിറച്ച് മുതലേ വരെ വളർത്തിയിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അതിന് തന്നെ മനോഹരമായ ഒരു ഉദ്യാനം കാണാം നമുക്ക്. അത് കഴിഞ്ഞാൽ ഒരുപാട് വാച്ച് ടവറുകളുണ്ട്. ഇതാ കാണുന്നതാണ് വാച്ച് ടവർ. ഇതുപോലെ കുറേ വാച്ച് ടവറുകളുണ്ട്. അപ്പോൾ ആ വാച്ച് ടവറുകളിൽ നിന്നിട്ടാണ് നമ്മൾ ശത്രുക്കളെ സെർച്ച് ചെയ്യുന്നത്. അവർ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന വാച്ച് ടവറാണ്. അതിൻ്റെ മുകളിൽ പടയാളികൾ, പട്ടാളക്കാരൊക്കെ നിന്നിട്ടാണ് ഇത് സന്ദർശിച്ചിരുന്നത്. ഒരുപാട് സിനിമ ലൊക്കേഷനാണ്. അമൃത സിനിമയിലെ ഓ സൈനബ അഴകുള്ള സൈനബ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ, ആ പാട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിന്റെ മുകളിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വാച്ച് ടവറിന്റെ മുകളിലെത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായ കാഴ്ചയാണ്. ഇതുണ്ടോ, ഇതുപോലുള്ള ചെറിയ ജാലകങ്ങൾ ഉണ്ടാവും. അങ്ങോട്ട് കാണുന്നത് കംപ്ലീറ്റ് ബീച്ചാണ്, അറബിക്കടലാണ് കാണുന്നത്. ഇതുപോലുള്ള ഒരുപാട് വാച്ച് ടവറുകളാണ് ഈ ബേക്കലിൽ നമുക്ക് കാണാൻ കഴിയുക. നല്ല വെയിലുമാണ് സുഹൃത്തുക്കളെ. ഒരുപാട് ആളുകൾ ഇത് കാണാൻ എത്തിയിട്ടുണ്ട്. ഇതാ രസകരമായ ഒരു കാഴ്ചയാണ് ഇതിന്റെ മുകളിൽ. നിങ്ങൾ എന്തായാലും വരണം, വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചരിത്ര സ്മാരകം തന്നെയാണ്. ഈ ബേക്കൽ കോട്ടയിൽ ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ വിസ്താരമായിട്ട് കിടക്കുകയാണ്. അതിൽ ഒരുപാട് വാച്ച് ടവർ ഉണ്ട്. നമ്മൾ എല്ലാത്തിലൊന്നും ഇപ്രാവശ്യം കയറുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് വന്നപ്പോൾ എല്ലാത്തിലും കയറിയതാണ്. അത് കഴിഞ്ഞാൽ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. അത് നമ്മൾ കുറച്ച് പടവുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ബീച്ചിനോട് ചേർന്നായതുകൊണ്ട് തന്നെ തിര വന്നിട്ട് ഇങ്ങനെ കറക്റ്റ് ഈ വാച്ച് ടവറിലേക്ക് അടിക്കും. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോകാനൊന്നും പാടില്ല. അവിടെ സെക്യൂരിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവിടെ അപായ ബോർഡുകളൊക്കെ ഉണ്ട്. അവിടേക്കൊന്നും ഒരു കാരണവശാലും നമ്മൾ കയറരുത്. ഒരുപാട് അപകടങ്ങൾ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അതിഗംഭീരമായൊരു അറ്റ്മോസ്ഫിയർ, ഒരു പ്രത്യേക വൈബ് തന്നെയാണ് അവിടെ. അപ്പോൾ അതിലേക്ക് കുറച്ചിങ്ങനെ ഇറങ്ങാണ്ട് ഇതേപോലെ വഴികളിലൂടെ നമ്മൾ ഇറങ്ങി വേണം അങ്ങോട്ട് ചെല്ലാൻ. അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്, അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മൾ ഈ വാച്ച് ടവറിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കണ്ട ബേക്കലിൻ്റെ മുകൾ ഭാഗം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറുഭാഗത്ത് നമുക്ക് ഇതേപോലെ തിര വന്ന് അടിച്ച് തകർക്കുന്നൊരു കാഴ്ച. കണ്ണെത്താത്ത ദൂരത്തോളം ഇങ്ങനെ കടൽ കിടക്കുന്നത് കാണാം. അതുപോലെ തന്നെ കടലിലേക്ക് പുഴ വന്ന് ചേരുന്നൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് പുഴ വന്ന് ചേരുന്ന ആ ഭാഗത്ത് ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തായാലും നിങ്ങൾ കുട്ടികളും കുടുംബവും ഒക്കെ ആയിട്ട് ഈ ബേക്കലിൻ്റെ കാഴ്ച കാണാനായിട്ട് നിങ്ങൾ വരണം. ഈ ചരിത്ര സ്മാരകത്തിൻ്റെ നിർമ്മാണം, അതിൻ്റെ ഒരു വാസ്തു ശൈലി, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. സിമെൻറ്റ് ചെയ്തിട്ടില്ല, വെറും ഉമ്മായക്കൂട്ട് കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന കോട്ടയാണ് വെട്ടുകല്ലിൽ.